ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞാനിന്ന് വയ്ക്കാൻ പോണ ഒരു കറിയുടെ റെസിപ്പി പറയാം കേട്ടോ. കുക്കിംഗ് വീഡിയോ എടുത്തിടാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഒന്നും കൂടി പഠിച്ചു വരുമ്പോൾ ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇപ്പോൾ തുടങ്ങിയിട്ടില്ല. ഇതൊരു പ്രത്യേക കറിയാണ്. നിങ്ങൾ ആരെങ്കിലും കഴിച്ചിട്ടുണ്ടോ നോക്കൂ. പഴയ കാലത്തെ ഒരു കറി. ഇത് നമ്മുടെ ശർക്കരക്കിഴങ്ങ്, ഇത് ചേമ്പും തണ്ട്, ഇത് വെള്ളപ്പയർ. എങ്ങനെ ഉണ്ടാക്കുകയെന്ന് വെച്ചാൽ, ഈ വെള്ളപ്പയർ ചെറുതായി ഒന്ന് ആദ്യം വറുത്തെടുക്കുക. എന്നിട്ട് കുതിരാൻ വെക്കണം. 1-2 മണിക്കൂർ വൈകിട്ട് നേരം വേണമെങ്കിൽ വറുത്ത് കുതിരാൻ വയ്ക്കുക. അല്ലെങ്കിൽ രാവിലെ നേരത്തെ വറുത്ത് കുതിരാനിട്ടാൽ ഒരു 10-11-12 മണിയാകുമ്പോൾ ആ കുതിർന്നതിന് കുക്കറിൽ ഇട്ട് 1 വിസിലോ 2 വിസിലൊന്നും അടുപ്പിച്ചാൽ മതി. ഒരുപാട് കുഴയണ്ട. അത് വെന്ത് കഴിഞ്ഞാൽ തുറന്നിട്ട് അതിൽ ഈ ശർക്കരക്കിഴങ്ങ് തോല് കളഞ്ഞ് നുറുക്കിയതും ഈ ചേമ്പും തണ്ട് തോല് കളഞ്ഞ് നുറുക്കിയതും കൂടി ഇട്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് വേവാൻ വയ്ക്കുക. അത് പാകം പോലെ വേവുമ്പോൾ അതിൽ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് കുറച്ച് പുളി പിഴിഞ്ഞ് ഒഴിക്കാം. അതിൻ്റെ ഇടയിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ഇത് കഷ്ണങ്ങൾ വെന്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു സൈഡിൽ ഒരു ചീനച്ചട്ടി വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. എന്നിട്ട് ശകലം ഉലുവ, ഇങ്ങനെ കഷ്ണങ്ങൾക്ക് അനുസരിച്ചിട്ട് ഉലുവ മൊരിയുമ്പോൾ ഒരു 2-3-4 ഉണക്ക മുളക്, അതൊന്ന് വരളുമ്പോൾ കുറച്ച് മല്ലി ഒന്ന് വരളുമ്പോൾ ചെറിയ ഉള്ളി കുറച്ച് ഇട്ടിട്ട് സിമ്മിൽ വെച്ചിട്ട് പാകം പോലെ മണം വരുന്നവരെ വറുത്ത് എടുത്തിട്ട് അത് നല്ലപോലെ തണുക്കുമ്പോൾ അതിനെ അരച്ച് ഈ കഷ്ണങ്ങൾ പാകം പോലെ വെന്തു എന്ന് തോന്നുമ്പോൾ അതിലേക്ക് ഈ മസാല ഒഴിക്കുക. ഈ മസാല ഒഴിച്ച് കുറച്ച് നല്ലപോലെ തിളയ്ക്കുമ്പോൾ വെള്ളം, ഉപ്പ്, എരിവൊക്കെ നമ്മുടെ അനുസരിച്ചിട്ടും കഷ്ണത്തിനനുസരിച്ചിട്ടും ഇടാം. കൂട്ടുക, കുറയ്ക്കുക. ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞു എന്ന് മാത്രം. ഇതിപ്പോൾ ഞാൻ ഉണ്ടാക്കുന്നത് തന്നെ ഒരു 4-5 പേർക്ക് കഴിക്കാം. തേങ്ങയുടെ ഒന്നും ആവശ്യമില്ല. വീട്ടിൽ തന്നെ ഉള്ള സാധനങ്ങളാണ്. നല്ലപോലെ അതിൽ തിളച്ച് മസാല നമ്മൾ ഉപ്പൊക്കെ നോക്കി റെഡിയായ വാങ്ങി വെച്ച് ഒരു ചെറിയ പാൻ വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിക്കുക. 2 മണി ഉലുവ പേരിന് മൊരിഞ്ഞ് വരണം, മണം വരാനിടുക. ഇത്തിരി കറുവേപ്പില, നല്ലപോലെ കടുക് വറുത്തിട്ട് ഈ കറിയിൽ കൂട്ടി അടച്ചൊരു 5 മിനിറ്റ് വെച്ച് തുറന്ന ശേഷം എടുത്ത നല്ല മണം ചോറിൻ്റെ കൂടെ കഴിക്കാൻ. എന്തെങ്കിലും ഒരു മെഴുക്ക് വരട്ടിയോ 2 പപ്പടമോ അല്ല വെറും ഈ കറിയാണെങ്കിലും കഴിക്കാം. ഭയങ്കര ടേസ്റ്റാണ്. ഒരു പഴയ കാലത്തെ കറിയാണ്. എല്ലാവരും പറ്റുകയാണെങ്കിൽ ഉണ്ടാക്കി നോക്കും. ഞാൻ കറി കുക്കിംഗ് വീഡിയോ തുടങ്ങുമ്പോൾ എന്തെങ്കിലും എനിക്കറിയണത് ഉണ്ടാക്കി കാണിക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്. ശരി, ഓക്കെ.